മാന്യ മഹാജനങ്ങളെ 77ാം റിപ്പബ്ലിക് ദിന ആശംസകൾ എന്റെ ഹൃദയത്തിൽ തൊട്ട് നേരുന്നു. 1000 അവാർഡുകളെക്കാട്ടിലും നിങ്ങൾ തരുന്ന സ്നേഹമാണ് എനിക്ക് വലുത്, നിങ്ങൾ തരുന്ന ഊർജ്ജമാണ് എന്റെ സിരകളിൽ കൂടെ ഓടി നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു പ്രസംഗം കേട്ടു നോക്കാം. കാരണം നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിച്ചത്, ബ്രിട്ടീഷിന്റെ കൈകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ഗാന്ധിജിയൊക്കെ പോലെ വലിയ നേതാക്കളാണ്. അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു പ്രസംഗം കേട്ടു നോക്കാം. അതിന് ഞാൻ വേദി കൊടുക്കുന്നത് മറ്റാരുമല്ല, അലൻ ജോസ് പെരേരയ്ക്കാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് കേട്ടു നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സെറ്റ് ഓഫ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, എ ബേസിക് റൂൾ ഓഫ് ദ കൺട്രി. അപ്പൊ അത് നിലവിൽ വന്ന വർഷമാണ് ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ ദിവസം, ജനുവരി 26. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എന്റെയും അഭിലാഷ് ആട്ടായത്തിന്റെയും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ഡേ ആശംസ. അവന് റിപ്പബ്ലിക് ഡേ എന്ന് പോലും കറക്റ്റ് പറയാൻ അറിയത്തില്ല. എണ്ണീറ്റ് പോടാ അങ്ങോട്ട്. അവന്റെ ഒരു ഒറ്റ പ്രസംഗം കാരണം നമ്മുടെ റിപ്പബ്ലിക് ദിന പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുന്നു. നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോന്നു. പത്മഭൂഷൺ നമ്മുടെ ഇക്ക മമ്മൂട്ടിക്കുൾപ്പെടെ അർഹതപ്പെട്ടവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ബഹുമതി കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആറാട്ടണ്ണന് പറയാനുള്ളത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മമ്മൂട്ടി പത്മഭൂഷൺ അർഹിക്കുന്നു. യെസ് ബ്രോ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ വേറെ എഴുതിയിരിക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷൺ കൊടുക്കുന്നതിനേക്കാൾ ഭേദം അത് സൂപ്പർ സ്റ്റാർ. ഏതാടാ സൂപ്പർ സ്റ്റാർ? വല്ല രജനീകാന്ത് ആണ്? എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, അലൻ ജോസ് പെരേരയ്ക്ക് കൊടുക്കുന്നതായിരുന്നു നല്ലതെന്ന് പറഞ്ഞ ആറാട്ടണ്ണൻ. അതിനോട് ആരൊക്കെ യോജിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ? പക്ഷെ ഞാൻ യോജിക്കുന്നു. അലൻ ജോസ് പെരേരയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പുള്ളി കാണിക്കുന്ന പിറപ്പ് കണ്ടെങ്കിലും നമുക്ക് ചിരിക്കാൻ എങ്കിലും ഉണ്ട്. അലൻ ജോസ് പെരേരയുടെ കോഞ്ഞാട്ടോ ആ ഒരു ഡാൻസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലി ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പത്മഭൂഷണൊക്കെ കൊടുക്കുകയാണെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്ക് കൊടുക്കണം. അതൊന്നും ഈ ലോകത്ത് ഒരിക്കലും നടക്കുകയില്ല എന്നും ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച സംഗതികൾ ഞാൻ അറിയാതെ എനിക്ക് വരുന്നുണ്ട്. അത് ശരിയാണ്, ഞങ്ങളും വിചാരിച്ചത് ഒരു കാലത്തും വരികയില്ലെന്നായിരുന്നു. ചാണകം കേരളത്തിൽ വീണു. അപ്പോൾ ഞങ്ങൾക്കും അത് തന്നെയാണ് അത് തന്നെ ഞങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത്. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി അത് തന്നെയാണെന്ന് തോന്നുന്നു അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ രീതിയിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ബാക്കി പുള്ളിയുടെ ചെറിയ പാട്ടുകളൊക്കെയാണ്. നമുക്ക് പാട്ടൊന്ന് കേട്ടു നോക്കാം. രാഗം താനം പല്ലവി ബ്രോച്ചേ വാരവരുര നിനുവിന രഘുവര നന്നു ബ്രോച്ചേ വാരവരുര നിനുവിന രഘുവര നന്നു ബ്രോച്ചേവാ നെഞ്ചുക്കുൾ പെയ്തിടും റൊമാൻറ്റിക്കിലോട്ടൊന്നും പോകണ്ട. നിങ്ങളുടെ തലവരെയാണിത്. ഏത് പദവിയിൽ ഇപ്പം സിനിമാ മേഖലയിൽ ഇപ്പോഴും നിൽക്കുവാണെങ്കിൽ നിൽക്കേണ്ടതായിരുന്നു. എത്രയോ ആരാധകരും എന്തുമാത്രം പോസിറ്റീവായിട്ട് ഈ പുള്ളിയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇനി നടക്കൂല. പത്മഭൂഷണും വലിയ അനുമതിയൊക്കെ രാജ്യത്തിൻ്റെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇതേ ലെവലിൽ ഈ ഇങ്ങേർക്കും കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ അകപ്പതിച്ച് പോയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗായ്സ്. ഇത് തന്നെ ഉള്ളൂ. വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആറാട്ടണ്ണൻ പറഞ്ഞിരിക്കുന്നതും അലൻ ജോസ് പെരേരയുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രസംഗവും എന്തുവാടേത്. വേറൊന്നും എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗായ്സ്. മമ്മൂട്ടിക്ക് നമ്മുടെ ഇക്കയ്ക്ക് കിട്ടിയിരിക്കുന്നു ആ ഒരു പത്മഭൂഷൺ എന്ന് പറഞ്ഞ. കഴിഞ്ഞ വർഷം കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഈ വർഷമാണ് കിട്ടിയത്. കുഴപ്പമില്ല, പോട്ടെ. നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇതിലും അതുക്ക് മേലെ ഇതിലും വലിയ വലിയ ട്രോഫികൾ നമ്മൾ പിടിച്ചെടുത്തിരിക്കും. അത് ഇനിയും വർഷങ്ങൾ കിടക്കുവാണ് ഞങ്ങൾക്ക്. അതാണ് നമുക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. സീ യു സൂൺ. ബൈ.